നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അടുത്ത വീക്ക് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ മെസ്സേജസ് എല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനുള്ളതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ വിടുക, റെസൊനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് എടുക്കുക. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചേക്കുവാണ്, ഓരോന്നായി നോക്കാം. ദ സൺ റിവേഴ്സ്ഡ്, നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ്ഡ്, കിങ് ഓഫ് കപ്സ് റിവേഴ്സ്ഡ്, ക്യൂൻ ഓഫ് കപ്സ്, ഫൈവ് ഓഫ് വാൻസ്, ദ വേൾഡ്, ദ ലവേഴ്സ്. സോ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലോ റിലേഷൻഷിപ്പിലോ എന്തോ ഒരു സ്റ്റക്കായ രീതിയിൽ ഇരിക്കുമായിരുന്നു. ഓക്കെ, കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് തന്നെ അങ്ങനെ നിൽക്കുമായിരുന്നു. സോ നിങ്ങൾ ഇപ്പം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഗൈഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ വർക്ക് ഓൺ ചെയ്യുക. ഓക്കെ, വെറുതെ അത് ഓക്കെ എൻ്റെ റിലേഷൻഷിപ്പിൽ അവരിങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ ഇതങ്ങ് പോട്ടെ ബ്രേക്കപ്പ് ആവാമെന്ന് ആ ഒരു രീതിയിൽ ചിന്തിക്കാതെ, ബിക്കോസ് നിങ്ങളിപ്പം ഇതാ ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലൊരാളെ വിചാരിക്കുന്നുണ്ടാവും, അതൊരു ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും അത് വേണ്ടാന്ന് വെക്കല്ല. ബിക്കോസ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു ഭയങ്കര സോൾമേറ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, സോ ത്രൂ ഔട്ട് ലൈഫ് കൂടെ കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പം നിങ്ങൾ തനിയെ പോയി ഇപ്പം അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ, ഇങ്ങോട്ട് വരുന്നത് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ അങ്ങോട്ട് അവരുടെ ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എന്ത് കാര്യങ്ങളോ അങ്ങോട്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ, അങ്ങനെ എന്താന്ന് വെച്ചാൽ ചെയ്യണം. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിലെനിക്ക് കാണുന്നത് അവരോ നിങ്ങളോ ഇതിൽ അപ്സെറ്റ് ആണ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ അപ്സെറ്റ് ആണ്, എന്തോ സംഭവിച്ചു നിങ്ങൾക്ക് ഇടയിൽ. ഒന്നെങ്കിൽ നിങ്ങളായിട്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ദേഷ്യപ്പെട്ട് ആ ഒരു വിഷമത്തിലാണ്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. ഒരു ബുക്കുണ്ട്, 5 ലാംഗ്വേജസ് ഓഫ് ലവ്. അതിനകത്ത് നമുക്ക് കാണാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ലവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചിലവർ ഒരു ഫിസിക്കൽ ടച്ച് ഉണ്ട്, ഹഗ്ഗും എല്ലാം വേണം. ചിലവർക്കാണെങ്കിലും എന്താ പറയുക, ഈ ഫിസിക്കൽ ടച്ചിനേക്കാളും കൂടുതൽ കമ്മ്യൂണിക്കേഷനാണ് വലുത്, സംസാരിച്ചിരിക്കുക അതാണ് വലുത്. ചിലവർക്ക് ഇങ്ങനെ ഷോ ചെയ്യണം. ഓക്കെ, ഗിഫ്റ്റ്സ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യണം. അവർ ഒരുപാട് സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്ത് സ്നേഹിക്കുക, അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്, അതാണ് ഇവിടെ പ്രശ്നം. ഓക്കെ, സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവര് നിങ്ങളെ ഇന്ന് കൂടുതൽ ലവ് ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല എന്നാണ് അവർ മനസ്സിൽ വിചാരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. എന്താണ് അവർക്ക് തോന്നുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്, അവരുടെ ലവ് ലാംഗ്വേജ് എന്താണ്, അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരിക, എന്നാലേ ഇത് വർക്ക്ഔട്ട് ആവത്തുള്ളൂ. ഈ വീക്കിൽ അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവർ നല്ലപോലെ അതിന് തിരിച്ച് നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ പലരും അവർ അങ്ങോട്ട് പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഇനി എങ്ങനെയായിരിക്കും റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്താ അവർ നിങ്ങളോട് ഇനി സംസാരിക്കുമോ എന്ന് ഒക്കെ ഓർത്തായിരിക്കും നിങ്ങൾ അങ്ങോട്ട് ചെല്ലാത്തത്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക, അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, നിങ്ങളുടെ മെസ്സേജസ് അല്ലെങ്കിൽ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഓക്കെ. പിന്നെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത്, സോ ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ നല്ല കോണ്ടാക്റ്റിലാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒന്നും അല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പ് ഭയങ്കര ബോറായിട്ട് പോകുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ മിക്കവാറും ആർഗ്യുമെൻറ്റ്സും ഫൈറ്റ്സും ഒക്കെയാണ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ബോർഡാണ്. ഒരു എന്തോ റുട്ടീൻ, രാവിലെ എണീക്കുക, ഓഫീസിൽ പോവുക, തിരിച്ചു വരാം, അങ്ങനെ നിങ്ങൾ തമ്മിലൊരു റുട്ടീൻ ഒരു ഒരു കുറേ നാളായിട്ട് ഒരേ രീതിയിൽ പോകുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബോറടിക്കുന്നുണ്ട്, ലൈഫും ബോറടിക്കുന്നുണ്ട്. സോ ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ കുറച്ച് ലൈഫിൽ ഫണ്ട് കൊണ്ടുവരിക, ലൈക്ക് ഒരു മൂവിക്ക് പോകുമോ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ട്രിപ്പ് പോകുമോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫണ്ട് വന്ന് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ആയി, ഒരു റൊമാൻറ്റിക് ഡിന്നർ ഡേറ്റ് അങ്ങനെ പോയി നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുക, ഫോൺ മാറ്റി വെക്കുക, ടെക്നോളജീസിനെ കൂടുതൽ കണക്ട് ചെയ്യാതെ നിങ്ങളുടെ മനസ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ല പോലെ ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലാതെ ജനറൽ ആയിട്ടുള്ള നെക്സ്റ്റ് വീക്കിലെ റീഡിംഗ് നോക്കാം.
ഇപ്പം നീ കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ സ്കിൽസ് മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും ഈ ഒരു ആഴ്ച. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൽസ്, ഇപ്പം ഓഫീസിലാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് എന്തെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ സ്കിൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഷോക്കേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കാരണം എല്ലാവരുടെയും കയ്യിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം സ്കൂളിലോ കോളേജിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അറിയെങ്കിൽ ഒരു ആനുവൽ ഡേ ഒക്കെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡാൻസോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾക്കൊരു സ്കില്ല് ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് ഷെയർ ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാവും. അത് ഓഫീസിലായാലും അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, ലൈക്ക് ഒരു ഡാൻസിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്കിൽസ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ഓക്കെ, ആ ഒരു അവസരം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർ, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ അത് ഭയങ്കരമായിട്ടൊരു അത്ഭുതപ്പെടുത്തും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ടോ എന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഇപ്പം ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ നിങ്ങളുടെ ബോസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനോ നിങ്ങൾക്ക് ഇത്രയും ഒരു സ്കില്ലുണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അറിയാമായിരുന്നോ എന്നൊന്നും അവർക്ക് അറിയില്ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഭയങ്കര അപ്രിസിയേഷൻ ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഞാൻ വേറെ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കരമായിട്ടുണ്ടാവും. നിങ്ങൾ നല്ല പോലെ കാര്യങ്ങൾ, ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് തിങ്സ്, ഗിഫ്റ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അല്ല, വർക്ക് പ്ലേസിലാണെങ്കിൽ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങൾക്കുള്ള സ്കിൽസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് അറിയാമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും ഈ ഒരു വീക്കിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന്, ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളായിരിക്കും, പക്ഷെ അവർ ഈ ഒരു വീക്ക് വന്ന് നിങ്ങളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. വർക്ക് പ്ലേസിലാണെങ്കിൽ നിങ്ങളെ വർക്ക് ഫിനിഷ് ചെയ്യാനോ കംപ്ലീറ്റ് ചെയ്യാനോ ഒന്ന് അസിസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ കോളേജിലാണെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ടാന്ന് പറയത്തില്ല, നേരത്തെ നിങ്ങളൊരു ഹൈ ബൈ റിലേഷൻഷിപ്പിലാകുന്ന ഒരു വ്യക്തിയായിരിക്കും. അവർ നിങ്ങളുടെ സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ ഒരു ഗൈഡ് ചെയ്യും. അങ്ങനെ ഒരു വ്യക്തി ഈ ഒരു വീക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിക്കും. ഓക്കെ, രണ്ട് കാർഡ്സും കൂടെ എടുക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 3 ഓഫ് കപ്സ്. ഓക്കെ, ഇതിലും എനിക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അവസരം വന്നാൽ ഒരിക്കലും പുറകോട്ട് മാറി നിൽക്കില്ല. നിങ്ങളത് എന്തായാലും ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു സ്കില്ല് ഷെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ വഴി തെളിഞ്ഞു വരും. ഓക്കെ, നിങ്ങളുടെ സ്കില്ല് ഇപ്പോൾ ഒരു പുതിയ വർക്ക് പ്ലേസിലാണ് നിങ്ങൾ ആ സ്കില്ല് ഷെയർ ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ വേറൊരു പൊസിഷനിലോട്ട് മാറ്റുമോ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരും. ഓക്കെ, സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കില്ല. ഉറപ്പായിട്ടും നിങ്ങൾ അത് ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഞാൻ ലവേഴ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതല്ല, നിങ്ങൾ സിംഗിൾ ആണെങ്കിലും നിങ്ങളുടെ ലൈഫ് ചെറിയൊരു ബോർഡം നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ബോർഡം മാറ്റാനായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഫണ്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ട്രിപ്പിന് പോവുക, ഫ്രണ്ട്സായിട്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയടിക്കുക. ഓക്കെ, കുറച്ചും കൂടെ സോഷ്യൽ ആകുക. ഓക്കെ, നിങ്ങളും വർക്ക് ലൈഫ് അല്ലെങ്കിൽ കോളേജ്, വീട്ടിൽ അങ്ങനെ പോയി നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ ബോർഡം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് മാറ്റിയെടുക്കാൻ നിങ്ങൾ കുറച്ചും കൂടെ സോഷ്യൽ ആകുക, ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്കെങ്കിലും പോയി എവിടെയെങ്കിലും ഒന്ന് പോയി ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് ലൈഫിൽ ഫണ്ട് കൊണ്ടുവരിക. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള റീഡിങ്. ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം എന്താണ് റെസൊനേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫുമായിട്ട്. ഓക്കെ, എങ്ങാനും ഇത് സംഭവിച്ചാലും അത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.